അറിയാത്തവർക്ക് അവരുടെ അറിയാത്ത എന്ന പദം അവരുടെ ജ്ഞാനമണ്ഡലത്തിൽ നിലയുറപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് അറിവിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. അത് അവരുടെ തെറ്റല്ല, അവരുടെ അറിവുകളുടെ തെറ്റാണ്. ഇവിടെ ശേഖന്മാരുടെ കാവല് തരണമേ എന്ന പദമാണ് ഇവിടെ പദ്യത്തിൽ വളരെ തത്വസംഹിതമായ സാന്നിധ്യം ഹൃദയത്തിൻ്റെ അകത്തേക്ക് നിലനിൽക്കുന്നത്. ശേഖിൻ്റെ കാവൽ നൽകിടണമേ, ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കാവൽ നൽകിടണമേ. കാവൽ ഒന്നാണെങ്കിലും കാവൽ നടത്തുന്ന കാവൽക്കാരൻ പല വിധത്തിലാണുള്ളത്. എല്ലാ കാവൽക്കാരുടെയും രക്ഷിതാവാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെയാണ് കാവൽക്കാരൻ്റെ കാവലാക്കുന്നവരോടും കാവൽ നൽകിയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ശിർക്കല്ല. കാവൽ ചോദിക്കുക തന്നെ ചെയ്യണം. കാരണം അവർക്ക് കാവൽക്കാരനുണ്ട്. പിന്നെ മറ്റൊന്ന് കാവൽക്കാരൻ തരണമേ എന്നുള്ള പ്രാർത്ഥന വാസ്തവത്തിൽ ഒരു വലിയ ഗോഡൗൺ ഉണ്ടാക്കിയ ഗോഡൗണിൻ്റെ വലിയൊരു ഗേറ്റും ബന്ധുവത്വമാക്കി അവിടെ ഒരു കാവൽക്കാരൻ നിർത്തിയാണ് ചെയ്യുന്നത്. ഈ കാവൽക്കാരൻ നിർത്തുന്നതിൻ്റെ അടിസ്ഥാനം അവിടുന്ന് ആരും കട്ടുപോകരുന്നില്ല, കട്ടുപോകരുത്. അപ്പൊ സാധനമില്ലെങ്കിൽ പിന്നെ അവിടുന്ന് കക്കോ എന്നുള്ളത് അടിസ്ഥാനമില്ല. പിന്നെ ഗോഡൗൺ നടത്തിലും സാധനം സൂക്ഷിപ്പുണ്ട്, അവിടെ കാവൽക്കാരനുണ്ട്. എങ്കിൽ ആ കാവൽക്കാരനോട് പറയാൻ ഞാൻ കാത്തുകൊള്ളണമേ. സാധനം അവിടെ ഒന്നുമില്ലെങ്കിൽ കാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? സാധനം ഞാൻ ഈ വീടിൻ്റെ അടുത്തൊരു കാവൽക്കാരൻ നടത്തിയിട്ടുണ്ട്. അയാളോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണോ, ആരെങ്കിലും കട്ടുകൊണ്ട് പോയി നോക്കണോ, ഇവിടെ ഒരു സാധനമില്ല, കട്ടുകൊണ്ട് പോകും. പിന്നെ കാവൽ ആക്കണമേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് കാര്യം? അതിനെപ്പോലത്തെ പിടുത്തൽ ലോകത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിയോ തെറ്റോ? ശകുന കാവൽ നൽകണമേ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ശേഖുനാൻ കാവൽ പ്രവർത്തനത്തിന് അധീനമായ പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കാവൽ നിൽക്കണമെന്ന് പറയാൻ പറ്റും. കാക്കണേ. അപ്പൊ വളരെ ദയനീയമായിട്ടാണ് നമ്മുടെ വാക്കുകൾ, നമ്മളടക്കമുള്ള പലരുടെയും വാക്കുകൾ ശേഖുന ബടകര നൂരി ഷേഖെ മുരീദാക്കിടനെ എന്നൊക്കെ പറയുന്നുണ്ട്. പലരും കൗസുലാദം കാവൽക്കാരനാണ്, കൗസുലാദമിനോടും പറയുന്നുണ്ട്. അങ്ങനെ കാവൽക്കാരനത്തോളം ഉണ്ട്. അതൊക്കെ കാവൽക്കാരൻ തന്നെയാണ്. ചിലര് അങ്ങനെ പറയാറില്ല. കാരണം അവനെ എനിക്ക് സാധനം സൂക്ഷിക്കാൻ ആളില്ല എങ്കിലല്ലേ കാവൽക്കാരനോട് പറയും. മടപൂർവ്വം കാക്കണേ എന്ന് പറയണമെങ്കിൽ മടപൂർവ്വം കാക്കണമെങ്കിൽ ഇവൻ്റെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിലല്ലേ കാക്കണമെന്ന് മടപൂറിനോട് പറയാൻ പറ്റും.
മനസ്സിലായ? മനസ്സിലാക്കുന്നവർക്കൊക്കെ നല്ലോണം മനസ്സിലാക്കാൻ. അപ്പൊ കാവൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അതിൽപ്പെട്ടത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാക്കണമേ എന്ന് പറയാൻ പറ്റുള്ളൂ. അതില്ലാതെ ഇബ്ലീസിനെ പോലുള്ള ആളുകൾ വലിയ സംഘടന നേതാവാണ്. അവര് കാക്കണമേ എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരത്തൊന്നും ഇല്ലല്ലോ, പിന്നെന്താ കാക്കട്ടെ? എന്തായാലും കാക്കണം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ അവർക്ക് കാക്കാനൊന്നുമില്ല എന്നാണ് ഇബ്ലീസിന്റെ ന്യായം, ലേഖനത്തിന്റെ. അപ്പൊ നമ്മുടെ ആവശ്യം കാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് കാക്കണമെന്നല്ല. ഒരു ഞാൻ ഒരുപാട് കാര്യം പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ കാക്കണം അതൊന്നുമില്ല. ഞാൻ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നത് കൊണ്ട് അത് കാക്കണമേ. എനിക്ക് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, പലതുമുണ്ട്. അണുമണി തൂക്കമുണ്ട്, കടുമണി തൂക്കമുണ്ട്, ഗോഡകൾ കണക്കുന്നുണ്ട്, പലതുമുണ്ട്. ആ പ്രവർത്തനം ഞാൻ പ്രവർത്തിക്കാൻ വിഴുങ്ങുന്നത് കൊണ്ട് അതിൽ ഒരു വിഷമങ്ങൾ ഉണ്ടാകരുത്, അത് കാക്കണമേ. അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രധാനം. ആക്റ്റീവ് എഫക്റ്റീവ്, അത് രണ്ടും കൂടി ആകുമ്പോൾ ആക്റ്റീവ് എഫക്റ്റീവ്. അപ്പൊ അതിന് രണ്ടും കൂടി ചേർന്നാലാണ് റിഫ്ലക്റ്റീവ് ഉണ്ടാകുന്നത്, റിഫ്ലക്ഷൻ. മനസ്സിലായി? അങ്ങനെയാണ് പഠിച്ചാണ് പെട്ടെന്ന് മനസ്സിലാവും. മക്കളാണ് പഠിക്കാത്തതെന്നല്ല, ഇയാൾക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കാക്കണമെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് കാക്കണം, പ്രവർത്തിക്കണം. ഞാൻ ടൗണിൽ പോകുന്നുണ്ട്, സ്കൂട്ടർ എടുത്തിട്ടാണ് പോകുന്നത്, വലിയ അഭ്യാസമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കുട്ടീനോട് പറയുക, കാക്കണമേ, സൂക്ഷിക്കണേ. അതാണ്. അപ്പം ആ കാക്കുന്ന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഉണ്ട് ആയതുകൊണ്ട് കാക്കണമേ എന്നതായിരിക്കണം ആ കാക്കൽ. തുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ പാടലല്ല. തുഞ്ചൻ നമ്പ്യാർ ഇറ്റുറ്റു മഞ്ഞുപൊഴിയും മിഴവിൽ കുളിർ പോകുവാൻ, ഇറ്റിറ്റു മഞ്ഞുപൊഴിയും മിഴവിൽ കുളിർ പോകുവാൻ, വഴി കാണാതെ 3-4 വാനരന്മാർ വലഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കവിതയാണ്. അപ്പൊ കാക്കൽ എന്ന് പറയുന്നത് ആദ്യം കാക്കേണ്ടത് നീ. അങ്ങനെ ആദ്യം ആദ്യം കാക്കേണ്ടത് നീ, അല്ലല്ല. അല്ലാതെ അതിന്റെ പരിപാടിയില്ല.
നല്ല കാക്കലാണ്. ലോകപ്രസ്ഥാനങ്ങളിലെ അതാനും കാത്തിട്ടാണ്. ആദ്യം കാക്കേണ്ടത് മൻ നിന്റെ നഫ്സിനെ നീയാകെ, അതാണ് നിന്റെ കാക്കൽ. ആ കാക്കൽ ശരിയാണെങ്കിൽ ഇതിലാണ് നമ്മുടെ വിജ്ഞാന പ്രവർത്തനങ്ങൾ. ധാരാളം മിനറൽസ് വൈറ്റമിൻ കഴിക്കുന്നത് കൊണ്ട് അത് ശരീരത്തിന് പോഷകം ആയി മാറും. ഈ പോഷകത്തിൽ എന്തെങ്കിലും നിനക്ക് പറ്റാത്ത എന്തെങ്കിലും മിനറൽ കൗണ്ടിങ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അതാണ്. അതുകൊണ്ട് കാവൽ എന്ന് പറഞ്ഞാൽ കാക്കണ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാക്കണം. അല്ലാതെ അല്ലാതെ കാവൽ ആവശ്യമില്ല. ഉദാവില്ലേ കാവലിൻ്റെ ആവശ്യം. അപ്പം നിങ്ങൾ പറയും അത് ശിർക്കാണ്, തൊടുന്നതിന് ശിർക്കാണ്. തൊട്ടാൽ പ്രസവം, തൊട്ടാൽ ശിർക്ക്. അപ്പൊ യഥാർത്ഥമായിട്ട് ആദ്യം കാക്കേണ്ടത് അതല്ല. പിന്നെ ആരെ കാക്കല്? നമ്മൾ കാക്കുന്ന ആ കാക്കല് ഓനേൽക്കും. എൻ്റെ കയ്യിലായിരുന്നുള്ളത് അത് നീ കാക്കും. നിന്റെ കയ്യിലല്ല ഇരുന്നത് എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ കാക്കണം. ഞാൻ കാക്കേണ്ട കാവലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആക്റ്റീവ് മുഴുവനും നിന്റെ റിഫ്ലക്റ്റീവായിരിക്കും. അതാണ് കാക്കൽ. അല്ലാഹു കാക്കണമെങ്കിൽ അനങ്ങണമെങ്കിൽ നീ അനങ്ങണം. നീ അനങ്ങാത്തോളം അത് അനങ്ങൂല. ഒരു മാന്യ വ്യക്തി അദ്ദേഹം അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത്. മയ്യത്ത് സുന്ദരിയായ ഒരു സുന്ദരിയുണ്ട്. സുന്ദരിയായ പെണ്ണിനെ എന്ന് പറയേണ്ട ആവശ്യമില്ല. സുന്ദരി എന്ന് പറയുമ്പോൾ തന്നെ പെണ്ണാന്ന് പറയുന്നത്. ഒരു പെണ്ണെന്ന് പറയുമ്പോൾ സുന്ദരി ആകാൻ പോകുന്നില്ല, പെണ്ണെ ആകാൻ പോകുന്നില്ല. അതിൻ്റെ വിശ്വാസം. അതിൻ്റെ മയ്യത്ത് സുന്ദരിയായി കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അവളുടെ സൗന്ദര്യത്തെ എപ്പോഴും ആകർഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഇവൻ അവളുടെ ഖബർ മയ്യത്ത് അവൾ അകത്തുനിന്ന് സംസാരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ പറഞ്ഞു. അവർക്ക് അവരുടെ ആ സംസാരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ആ സൗന്ദര്യമായ പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അയാൾ അവളുടെ മയ്യത്ത് കൊണ്ടുപോകുന്നതായിരിക്കണം സംഭവം. ഈ വിഷയം നിങ്ങൾ സംഘടനയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് ഉറപ്പ് പറയുന്നത് നമ്മുടെ മസായിക്കുമാരുടെ കമ്പനിയിലാണ്. അതും മുഹമ്മദ് അബൂബക്കറിയാണ് എൻ്റെ റഹ്മത്തുള്ളാഹി അതിൻ്റെ മഹത്വ പ്രകടനം. ഉച്ചൻ്റെ ടൈമായതുകൊണ്ട്
ഞാൻ ചോറ് വെച്ച സ്ഥലം എനിക്ക് ഓർമ്മ വന്നുപോയി. തലപ്പുറം ഉച്ചാകുമ്പോൾ ചോറ് ഓർമ്മ നോക്കും. ചോറ് വരുമ്പോൾ കാലഘട്ടം ഓർമ്മ. പിന്നെ തലപ്പുറം ഞാൻ ചോറ് വെച്ച സ്ഥലം ഞങ്ങൾക്ക് ഓർമ്മ വന്നുപോയി. അവിടെ മണമൂറുള്ള ചോറ് വെച്ച സ്ഥലം. ചോറും രാത്രിയും പകരമല്ല. അല്ലേ? ഇവർക്കറിയാം. ശേഖുനെ ചോറ് വെച്ച സ്ഥലം അറിയില്ലേ? നമ്മ ചോറ് വെച്ചെന്ന് നിങ്ങൾക്കറിയില്ലേ? അതാ ചോദിക്കുന്നത്. എന്നിട്ട് പറയാം, ഇപ്പോഴും ശേഖുനെ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മയ്യത്തിന്റെ പിന്നാലെ നടന്ന് മയ്യത്ത് കുഴിച്ചിട്ട് കബറടക്കിയതിന് ശേഷം ആളുകൾ തെറ്റിയപ്പം ആ മയ്യത്തിനടുത്ത് പുറത്തിട്ട് ആ മയ്യത്തിനെ അവൻ്റെ ആഗ്രഹങ്ങൾ പ്രവർത്തിച്ച് നടത്തി. ആഗ്രഹങ്ങൾ നടത്തി അതിന് ശേഷം അവനെ ഇത് മഹാപാവമാണെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോഴാണ് പശ്ചാത്തപിക്കാനുള്ള മാർഗം അവനക്ക് ഹൃദയത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു പാവം ചെയ്തു പോയല്ലോ. മയ്യത്തിനെ പുറത്തെടുത്ത് ഉടനെ അവൻ മറുവാടിയ ആ വസ്ത്രം കൊണ്ട് വീണ്ടും അതിന് മറുപടി ചെയ്ത് കബറെടുത്തു. 1934-96 സർവശക്തനായ അല്ലാഹുവിൻ്റെ പ്രിയദാസൻ ലോകപ്രദർശന പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക പഠനശാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് പോയി. യാ റസൂലുള്ളാഹ്, ഞാനൊരു പാവം ചെയ്തു. ഞാനൊരു പാവം ചെയ്തു. ഒറ്റയാക്കല്ല. അകത്തുള്ള സ്ത്രീകൾ ശ്രദ്ധിച്ചായും സംസാരം ശ്രദ്ധിക്കുക. ഞാനൊരു പാവം ചെയ്തു യാ റസൂലുള്ളാഹ്. ആ പാവം പറയുകയും എന്താ പാപമെന്ന് ചോദിക്കാറില്ല. പാപം ചെയ്യുന്നത് പറയാൻ പാടില്ല എന്നുള്ള നിയമമാണത്. പാപം ചെയ്യുന്നത് പറയാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് രക്ഷയില്ല. രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്നെ തൊട്ടടുത്ത് അബൂബക്കർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പല സിദ്ദീഖുമാരും ഉള്ളത് കൊണ്ട് ഇവിടെ രക്ഷയില്ല എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് വേറെ എവിടെയും രക്ഷിക്കാനുള്ള ആധികാരികമായ അറിവില്ല. അതുകൊണ്ട് ഇദ്ദേഹം പോയി മരുഭൂമിയിൽ പോയി കിടന്നു. എവിടെ? മരുഭൂമിയിൽ കടന്ന് ദിവസങ്ങളോളം കഴിഞ്ഞു. ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ റഹ്മാനാന്നല്ല അർറഹീമായതുകൊണ്ട് ഇവനൊന്നും ചോദിക്കുന്നുമില്ല. അതാണ് ഈ ഭർത്താനം കേട്ടാൽ ആ ഭർത്താനും ആ വെള്ളം കൊടുക്കുന്ന ആളെത്തിട്ട് പോകും. അതുകൊണ്ട് ഭർത്താനം കേട്ടാൽ മതി. അത് കേട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ കുപ്പിയിലെ എല്ലാ ഭർത്താനും അതിൽ അടങ്ങും.
രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇവിടെ കയറി സിയാറത്ത് ചെയ്ത് മറ്റവർ കണ്ട് അലിയാനം കണ്ട് മറ്റവർ കണ്ട് ഇതൊന്നും ആണ് ചാൻസ് ഇല്ല. പിന്നെ അവിടുന്ന് കാര്യപ്പെട്ടതായിരിക്കുന്ന അമ്പലക്കാരാണ്. അവരോടൊന്നും പറഞ്ഞാൽ ചില സ്വാമി പെട്ടെന്ന് ദയാളാണ്. വലിയ ദയാലെന്നാണ് ഇപ്പം പറഞ്ഞത്. വലിയ ദയാലനായിട്ട് നിൽക്കുന്ന വരുന്നത്. പിന്നെ ഇപ്പോഴവിടെ ദയാല അവസാനം ഇയാൾ ഒരിക്കലും ഇയാൾക്ക് പറഞ്ഞു വെച്ചോ, നീ കുറെ വിഷമിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നെ രക്ഷപ്പെടുത്തി തരട്ടെ, നിന്റെ രക്ഷ എൻ്റെ അടുത്താണുള്ളത്, ഞാൻ രക്ഷിക്കാം. അപ്പോൾ അള്ളാനോട് മറുപടി പറയുന്നു, ഞങ്ങൾക്ക് മുൻപായില്ല, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമില്ല. അള്ളാനോട് പറയുന്നു, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമില്ല. അള്ളാനോട് രക്ഷിക്കുന്നവനോട് രക്ഷിതാവിനോട് പറയുന്നു, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ദിവസം ഒന്നൊന്നും കഴിഞ്ഞോണ്ടിരിക്കുമ്പോ പിന്നെ അള്ളാഹുവിലേക്ക് നിന്നെ രക്ഷപ്പെടുത്തി തരട്ടെയോ? ആവശ്യമില്ല. പിന്നെയും ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതോറും പിന്നെയും പറഞ്ഞ് രക്ഷപ്പെടുത്തി തരട്ടെയോ? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. ഉസ്താദന്മാരെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഞാൻ ഉറപ്പുവരുന്നത്. എല്ലാവരും ഒന്ന് കൈകൊടുത്താൽ കൈയൊന്നും കൊടുത്തിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇല്ല, ആദ്യമായിട്ട് കേൾക്കുന്നത് ഉസ്താദന്മാരും ആ പണ്ടേ കേട്ടിട്ടുണ്ടാവും. കാരണം അവർക്കാണ് എൻ്റെ വെച്ചത്, മറ്റുള്ളവർക്കല്ലേ. നിങ്ങൾ തപ്പൂലൊന്നും ഉസ്താദ് ശരിയാണെങ്കിലല്ലേ ബാക്കിയുള്ള ശരിയാവും. പറയുന്ന ഉസ്താദല്ലേ, അതുകൊണ്ട് ഉസ്താദിനെ അജിച്ചിറങ്ങിയത്. നിങ്ങൾ തപ്പൂലില്ല അതിനകത്ത് അല്ലാതെ വണ്ടി അറിയാം. ഈ ഉസ്താദല്ലേ പിന്നെ അന്ന് പറഞ്ഞോ, നീ നിന്റെ കുറഞ്ഞ അംശങ്ങൾ മാത്രമേ ഉള്ളൂ, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. ആ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നീ പെട്ടെന്ന് പോയി നീ എന്നോട് ചോദിക്ക്, മാപ്പ് തരണമേ, അല്ലെങ്കിൽ സഹായിക്കണമേ, രക്ഷിക്കണമേ. മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല, നീ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കും. എൻ്റെ മക പ്രിയ. കാരണം റഹ്മാനാണല്ലോ. ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും മാപ്പ് കൊടുക്കണമെങ്കിലും പിന്നെ ഉണ്ടാവല്ലോ. ചുരുക്കി പറഞ്ഞു, ഇയാൾ പെട്ടെന്ന് എണീച്ച്, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമില്ല, നീ ഇവിടെ രക്ഷിക്കാൻ ഒരാളെ അയച്ചിട്ടുണ്ടല്ലോ, ലോകഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകരക്ഷിതാവിന്റെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ ഇവിടെ അയച്ചിട്ടുണ്ടല്ലോ. അവരുടെ രക്ഷ മാത്രം എനിക്ക് മതി, അവിടുത്തെ രക്ഷ മാത്രം ഉണ്ടെങ്കിൽ മാത്രം മതി, നിന്റെ രക്ഷ എനിക്ക് ആവശ്യമില്ല. അവർ നിന്നെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉടനെ മഹാനായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീലെ അവിടെ പോയി പറയും, റസൂലിനോട് പറയും, അവൻ കുറേ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കാനോ അയച്ചത് ശിക്ഷിക്കാനോ അയച്ചത് എന്ന് പോയി ചോദിക്കും. രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അവനാണ് ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് രക്ഷിക്കാനോ അയച്ചത് ശിക്ഷിക്കാനോ അയച്ചത് ബിരിയാണി അതുപോലെ പോയി. രക്ഷിക്കാനോ അയച്ചത് യാ റസൂലുള്ളാഹ്, ശിക്ഷിക്കാനോ അയച്ചത് ഇവിടെ അല്ലാഹു. അതുകൊണ്ട് ഇന്ന ആള് വിഷമം ബുദ്ധിമുട്ടും നടന്നു സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ രക്ഷ, അവർക്കുള്ള രക്ഷക്കാനുള്ള ഹാനി അറിയിക്കപ്പെട്ടത് ഇവിടെയാണ്. ഇവിടുന്ന് വിളിച്ചിട്ട് അതിന് രക്ഷ കൊടുക്കൂ. ഇത് കേട്ടപ്പോൾ ഉടനെ
സാമാന്യമായ അടിസ്ഥാനപരമായ ഭരണകർത്തവ്യം, സ്നേഹകർത്തവ്യം, ആധികാരിക കർത്തവ്യം, അറിയിക്കപ്പെടേണ്ട കർത്തവ്യം എല്ലാം ഒന്നിച്ച് ആ മനുഷ്യനെ കോരിക്കൊണ്ടുവന്നു. ഒരു പാത്രത്തിൽ, ഒരു പാളയിൽ, പനപ്പാളയിൽ കോരി എടുത്തുകൊണ്ടുവന്നപ്പോൾ അത് കുറഞ്ഞൊരു ശരീരം മാത്രമേ ഉള്ളൂ, ജീവൻ മാത്രം. അവിടെ വെച്ചു സഹാബാക്കളോട് പറഞ്ഞു. സഹാബാക്കെന്ന് പറഞ്ഞാൽ അടുത്തുള്ളവർ അവിടെ പറഞ്ഞു, അവിടെ വെള്ളം കൊടുത്ത് വൃത്തിയാക്കുക, കുറച്ച് വെള്ളം കൊണ്ട് തരിക. സദാലത്തിൽ വെള്ളം കൊടുത്തു. സഹാബത്തുകളുമായുടെ ശബ്ദം ഉണ്ടാക്കി അദ്ദേഹം മുസ്ലിമായി ശ്വാസം വിട്ടു. അവിടുത്തെ രക്ഷയാണ്. ഈ രക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നത്. ഈ രക്ഷയാണ് നമുക്കും കിട്ടുന്നത്. കാവൽ ചെയ്യണമേ, കാവൽ ചെയ്യണമേ. ചെക്കുനാമയുടെ ഓരോരിയെ സിഖുമാരിലുള്ള നബി മണിയെ അവിടുത്തെ കാവലും സ്നേഹവും നമ്മളിൽ ഉണ്ടാക്കി തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും പറയുന്നു, അവിടുത്തെ കാവലും സ്നേഹവും ഉണ്ടാക്കി തരണമേ. ഈ എല്ലാ സ്നേഹവും അവിടുന്ന് ഉണ്ടാക്കി തരേണ്ട കാവൽ, ആ കാവലിൻ്റെ അടിസ്ഥാനത്തിൻ്റെ റേഞ്ച്, അതിൻ്റെ ഫോക്കസ് അള്ളാഹുവിൻ്റെ തജല്ലിയാത്തിൽ നിന്ന് പ്രകാശമാക്കി പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അവിടത്തേക്ക് എത്തണം നമ്മളെ ശേഖുന കാവൽ എന്നുള്ള ബൈത്ത്, ഞാനടക്കം ചെയ്യുന്ന ബൈത്തുകൾ. ആ ഒരു കാവലിൻ്റെ വിഷയമായി ഇപ്പോൾ പറഞ്ഞത്. ശേഖുന വടകരാനൂര്, ശേഖന്മാരിലുള്ള വന്നൂര്, ശേഖേ മുരീതാക്കളെ, ശേഖും കാവലുകളെ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഉൾക്കൊള്ളണം. ശേഖിൽ ഉൾക്കൊള്ളണം, കാവലിലും ഉൾക്കൊള്ളണം. എന്താ കാക്കേണ്ടത്, ആ കാക്കുന്ന സംഗതി ഉണ്ടാവണം. എന്താ നിങ്ങളെന്ത് കാക്കണമെന്ന് പറഞ്ഞാൽ എന്താ കാക്കുന്നത്? ആ കാക്കുന്ന ആധികാരികമായ കാവൽ പ്രവർത്തിക്കുന്ന ഒരു കാവൽ സാധന സ്റ്റോക്കങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളൊരു വിശുദ്ധാരനാണെങ്കിൽ അതിൻ്റെ ഏജൻഷിപ്പിൻ്റെ റിഡക്ഷൻ, റിട്ടേൺ നിങ്ങളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുയായിക്കുന്ന ആധികാരികമായ കാവൽ അതിൻ്റെ അക്കൗണ്ടിൻ്റെ കൗണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ കൗണ്ട് എന്താവും? ഡിസ്കൗണ്ട്. കൗണ്ട് ഡിസ്കൗണ്ട് ഒന്നില്ലാത്തതാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞ വാക്ക് ഞാനൊരു മഹാനായ ശൈഖുനായുടെ അർദ്ധരാത്രി ഉള്ളൊരു സംസാരത്തിൽ നിന്ന് പഠിച്ചതാണ്, കിട്ടിയതാണ്. കാവൽ നേരം പുലരുന്നത് വരെ ആ സംസാരം ഉണ്ടായിരുന്നു. അള്ളാഹു മഹാന്മാരുടെ കാവലുണ്ടാകട്ടെ. ആ കാവലിനനുസരിച്ചിട്ടുള്ള മതൽ നമ്മൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ചെറിയൊരു ഭക്ഷണം കൊടുത്തിട്ടേ